പ്രവാചകനായ യിരെമ്യാവിൽ കൂടി ഇസ്രായേൽ ജനത്തോട് യഹോവയാം ദൈവം പറഞ്ഞതത്രേ. യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ആസ് ദി ക്ലേ ഈസ് ഇൻ ദി പോട്ടേഴ്സ് ഹാൻഡ്, സോ ആർ യു ഇൻ ദി മൈൻ ഹാൻഡ്. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സാധാരണയായി ഒരു കുശവൻ കളിമണ്ണ് കൊണ്ടൊരു പാത്രമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൻ്റെ സ്ഥാനം കച്ചവടക്കാരുടെ കയ്യിലോ വല്ലവരുടെയും അടുക്കളയിലോ ഷോക്കേസിലോ ആയിരിക്കും. പിന്നെ ആ പാത്രത്തിന് കുശവനുമായി യാതൊരു ബന്ധവുമില്ല. വല്ലവരുടെയും വീട്ടിലിരിക്കുന്ന പാത്രം താഴെ വീണ് ഉടഞ്ഞു പോയാൽ കുശവൻ അതിന് ഉത്തരവാദിയുമല്ല. എന്നാൽ ഇവിടെ ഇസ്രായേൽ ഗ്രഹത്തോടും പിന്നെ നമ്മോട് ഓരോരുത്തരോടുമായി പ്രപഞ്ചത്തിൻ്റെ ഉടയവനും സകലത്തിൻ്റെയും നിർമ്മിതാവുമായ കർത്താവ് അരുളി ചെയ്യുന്നത്, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. നാം ഓരോരുത്തരും നല്ല കുശവനായ ദൈവത്തിൻ്റെ കരത്തിലെ ഓരോ കളിമണ്ണുകളാണ്. ഈ കുശവൻ കളിമണ്ണുകളായ നമ്മിൽ ഇപ്പോഴും എപ്പോഴും വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം ചിലയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സൈനേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതെങ്ങനെയാണ്? വർക്ക് ഇൻ പ്രോഗ്രസ്, ജോലി പുരോഗമിക്കുന്നു എന്നാണ് അർത്ഥം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണുകളായ നമ്മിലെ അവൻ്റെ വേല എപ്പോഴാണ് തീരുക? അതിനുത്തരം തിരുവചനം നൽകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ഹി ഹു ഹാസ് ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ കംപ്ലീറ്റ് ഇറ്റ് അണ്ടിൽ ദി ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മിലെ പണി തികയ്ക്കുവാൻ കുശവനാം നമ്മുടെ കർത്താവിന് ഒരു ടാർഗറ്റ് ഡേറ്റ് അഥവാ ലക്ഷ്യ തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. അതത്രേ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ നാൾ വരെ. യഥാർത്ഥത്തിൽ നമ്മിൽ നടക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം അറ്റ് ഓൾ ടൈംസ് വി ആർ സെക്യൂർലി ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. എല്ലാ സമയത്തും നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. അതുകൊണ്ട് കർത്താവേ, എന്നിലെ പണി പെട്ടെന്നൊന്ന് തീർത്തു തരണമേ എന്നാരും പ്രാർത്ഥിക്കരുത്. മണ്ണിന്മേൽ അധികാരമുള്ളവനായ ശ്രേഷ്ഠ കുശവൻ നമ്മിൽ വേല ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവർ ജോബ് ഈസ് ടു സ്റ്റേ ഓൺ ദി വീൽ വിത്ത് ഹ്യൂമിലിറ്റി and obedience, and let God make us what He desires we to be. നമ്മൾ ആരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മിൽ അവൻ പണിയട്ടെ. നമ്മുടെ ജോലി താഴ്മയോടും അനുസരണയോടും കൂടെ കുശവൻ്റെ ചക്രത്തിൽ തുടരുക എന്നതാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.